തിരുവോണത്തിനുള്ള ഒരുക്കത്തിൽ അവസാന നിമിഷത്തിലെ ഓട്ടത്തിലാണ് മലയാളികളെല്ലാം ഉള്ളത്. വാങ്ങാൻ വിട്ടുപോയ സാധനങ്ങളെല്ലാം തന്നെ സജ്ജമാണ് എന്നുള്ള അവസാന വട്ട ഉറപ്പിക്കലെല്ലാം കഴിഞ്ഞ് വലിയ നീണ്ട ഒരു ലിസ്റ്റും കയ്യിലേന്തി അങ്ങനെ അവർ കൂടുതൽ സാധനങ്ങൾ എടുക്കാൻ അങ്ങനെയുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ്. കാളിദാസനാണ് നമുക്കൊപ്പം ഉള്ളത്. കാളിദാസൻ, വലിയ ഒരു ലിസ്റ്റ് കയ്യിലുണ്ട്, അത് ഒരു വശത്തിരിക്കട്ടെ. എന്നാലും ഈ ബ്രോഡ്വേയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ പാതയുടെ ഇരുവശങ്ങളിലുമായി നിരവധി സാധനങ്ങളാണ് നമ്മുടെ മുന്നിൽ എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. അത് വാങ്ങണമോ വേണ്ടയോ, നമ്മളെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പല കാഴ്ചകളും അവിടെയുണ്ട്. ഇതിനെല്ലാം തന്നെ അവഗണിച്ചു പോകാൻ നമുക്ക് സാധിക്കുമോ? എങ്ങനെയാണ് ഈ ഒരു ഉത്രാടപ്പാച്ചിലിൽ ഈ മലയാളികളെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്? അവരുടെ പർച്ചേസിംഗ് ഒക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവരെന്താ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ നമുക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. നമുക്കൊന്നും അങ്ങനെ അവഗണിച്ചു പോകാൻ പറ്റില്ല. എന്തായാലും വസ്ത്രവ്യാപാര മേഖലയിൽ നിന്ന് നമ്മൾ മെല്ലെ ഇങ്ങോട്ട് വന്നു. പച്ചക്കറി, പഴം വിപണി ആ ഒരു ഭാഗത്ത്. ചേട്ടാ, എങ്ങനെയുണ്ട് അപ്പം കച്ചവടം ഒന്ന് മൂക്കുവാന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ ഈ ഒരു പച്ചക്കറി മാർക്കറ്റിലേക്കാണ് നമ്മൾ ആ ഒരു വസ്ത്രവ്യാപാര ആ ഒരു ശരിക്കും പറഞ്ഞാൽ ബ്രോഡ്വേ എന്ന് പറയുന്നത് ഈ ഒരു ഫാഷൻ സെൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെഡിമെയ്ഡ് ഡ്രസ്സിനും ഒക്കെ തന്നെയാണ് കൂടുതലും പേര് കേട്ടത്. അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റ് വരുന്നത്. ഈ ഒരു മാർക്കറ്റിലും ഓണം പ്രമാണിച്ചുള്ള പച്ചക്കറി വിപണികളും ഒക്കെ തന്നെ സജീവമാണ്. പഴം വിപണികളും ഒക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള സജീവമായി തന്നെ അങ്ങനെ നടക്കുകയാണ്. കച്ചവടമൊക്കെ പൊടിപൊടിക്കുന്നുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ അങ്ങനെ അങ്ങോട്ട് കച്ചവടം നടക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. എന്തായാലും ഓണം പ്രമാണിച്ച് കച്ചവടമൊക്കെ അല്ല ചേച്ചി, എല്ലാ ഓണത്തിനെല്ലാം റെഡിയായോ? എല്ലാം റെഡിയായി. ഓക്കെ, എല്ലാവരും തിരക്കില്ല, പാച്ചില്ല. അപ്പം ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി എന്നുള്ളത് തന്നെ എല്ലാവരും അഭിപ്രായം. ആ ഒരു അഭിപ്രായത്തിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒരു മണിക്കൂറുകളൊക്കെ തന്നെ ഈ ഒരു പാച്ചിൽ കാണാനും ഈ ഉത്രാടപ്പാച്ചിൽ ഈ ഒരു തിരക്ക് കാണാനും ഈ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേട്ടാ, ഓണം ഭംഗിയായി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. എല്ലാം വാങ്ങിച്ച് സാധനമൊക്കെ ഭയങ്കര തിരക്ക്. അതെ, ഭയങ്കര തിരക്കാണ്. ഭയങ്കര വില കൂടുതലൊക്കെയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഓണമൊക്കെ അല്ലേ, അപ്പം എന്തായാലും വിലയൊക്കെ ഇത്തിരി കൂടും. പക്ഷെ എന്നാലും വാങ്ങാൻ മലയാളികൾ ഉണ്ടാവും, ഓണം ആഘോഷിക്കണം. അപ്പോൾ അതിന് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു വിപണിയിലൊക്കെ തന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. 1.5 കിലോ തക്കാളി 50. അപ്പം അതാണ് ഇപ്പോഴത്തെ വില. 1.5 കിലോ തക്കാളിക്ക് 50 രൂപയാണ് വില. അപ്പോൾ ഇനിയിപ്പം തക്കാളി വാങ്ങാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ തക്കാളിയൊക്കെ വാങ്ങുക. ഇതേപോലെ തന്നെ ഇവിടെയും നല്ല തിരക്കുണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട്. ചേട്ടാ, ഓണം തുടങ്ങി, ആഘോഷം തുടങ്ങി, കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. വാങ്ങിച്ചോണ്ടിരിക്കുന്നു. ഇല്ല, തെല്ലാണ് ഇപ്പൊ തിരക്കിലാണ്. ഓരോന്ന് കാണുമ്പോഴതൊക്കെ ഓർക്കുന്നത്. വീട് ഇവിടെ തന്നെ, എറണാകുളത്ത് തന്നെ. ഞങ്ങൾ കാലൂരാണ്. ഓണക്കോടിയൊക്കെ നേരത്തെ ആയി കഴിഞ്ഞു. അപ്പൊ എന്തായാലും അടിപൊളിയൊക്കെ ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. അപ്പം ഇവിടെ ഓണം വിശേഷങ്ങളും ഈ ഒരു അവസാനവട്ട ഒരുക്കങ്ങളും അവസാനവട്ടം ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനായി എത്തുന്നവരും ഈ ഒരു ഉത്രാടപ്പച്ചിൽ കാണാനായി എത്തുന്നവരും. മോനെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വാങ്ങിയോ? ഓണക്കോടിയൊക്കെ വാങ്ങി? എത്രണ്ണം വാങ്ങി? ആണോ? നാളെ സദ്യയില്ലേ വീട്ടില്? സദ്യയുടെ കൂടെ എത്ര പായസം ഉണ്ട്? 2 പായസം ഉണ്ടോ? എവിടാ വീട്? എവിടാ? തോപ്പുംപടി വന്ന എനിക്കും പായസം തരുമോ? തരുമല്ലേ? സ്നേഹനിധിയായ മോനാ കേട്ടോ. ചെന്നാൽ നമുക്കും പായസം തരും. അപ്പം ഈ വിശേഷങ്ങളാണ്. ഇത്തരത്തിലുള്ള കുറേ വിശേഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞു പിള്ളേർ തൊട്ട് പ്രായമുള്ള ആളുകൾ വരെ ഈ അവസാനവട്ടത്തെ ഉത്രാടപ്പാച്ചിൽ കാണാനും അനുഭവിക്കാനും അല്ലെങ്കിൽ കാലങ്ങളായിട്ടുള്ള ഈ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്, ശിവൻപിള്ള ചേട്ടൻ. ഈ ശിവൻപിള്ള ചേട്ടൻ 15 കൊല്ലമായിട്ട് ഈ മാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. പുള്ളി പുതുപ്പള്ളിക്കാരാണ്, കോട്ടയം പുതുപ്പള്ളിക്കാരാണ്. പുള്ളിയുടെ ഭാര്യ വീടൊക്കെ വരുന്നത് വയനാടാണ്. അപ്പോൾ പുള്ളി ഇന്ന് രാവിലെ നമ്മളോട് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറേ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചു. കാരണം 15 കൊല്ലമായിട്ട് ഈ ബ്രോഡ്വേയിലെ ഈ ഓണത്തിരക്കും ഉത്രാടപ്പാച്ചിലും ഒക്കെ തന്നെ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഒന്നും നിന്നിട്ട് കാര്യമില്ല, വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ അപ്പോഴല്ലേ തിരക്ക്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നാണ് പുള്ളി എപ്പോൾ ചോദിച്ചത്.
അത് ശരിയാണ്. കാരണം 4 മണിയോടുകൂടി തന്നെയാണ് ഈ ഉത്രാടപ്പാച്ചിലിന്റെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന ഈ ഒരു ദിവസം, ഈ ഉത്രാട ദിനത്തിന്റെ ഒരു മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത് വൈകുന്നേര സമയത്തൊക്കെയാണ്. കാരണം 6 മണിയോടെ ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയായിരിക്കും ചിലപ്പോൾ ഓർമ്മ വരിക, നാളെ ഓണമാണല്ലോ, നാളെ ഓണത്തിന് ഇനി എന്തൊക്കെയോ വാങ്ങാൻ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ഈ ഓർമ്മകളൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്താണ് ഈ ഉത്രാടപ്പാച്ചിലേക്ക് വരുന്നത്. ചിലപ്പം ഒന്നും വാങ്ങാനുണ്ടാവില്ല, എല്ലാം തയ്യാറായിരിക്കും. ഈ ഉത്രാടപ്പാച്ചിലൊക്കെ ഒന്ന് കണ്ടാൽ മതി. കൊച്ചി നഗരം ഒന്ന് ഓടിച്ച് കാണണം. നാളെ ലീവാണ്, നാളെ തിരുവോണമാണ്, പൊന്നിൻ പുലരിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഈ കൊച്ചി മൊത്തം ഒന്ന് റൗണ്ട് അടിച്ച് കാണുക, ഈ ഉത്രാടപ്പാച്ചിലൊക്കെ ഒന്ന് കാണുക. അവസാനമായിട്ട് ഇനി എന്തെങ്കിലും ഓഫറിൽ എന്തെങ്കിലും കിഴിവിൽ എന്തെങ്കിലും തുണി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പച്ചക്കറി കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങുക. അത്തരത്തിലുള്ള ചില സന്തോഷങ്ങൾ, അതൊക്കെ ഒരു സന്തോഷങ്ങളാണ്. അത്തരത്തിൽ തന്നെയാണ് കൊച്ചിയിലെ ജനങ്ങൾ ഈ ഒരു ഓണത്തെ, ഉത്രാടത്തിനെ വരവേറ്റിരിക്കുന്നത്, ഓണത്തിനെ വരവേൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. മഴ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ നല്ല ഒരു വെയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് ഗതാഗത കുരുക്ക്. കൊച്ചിയെ സംബന്ധിച്ച് ഗതാഗത കുരുക്ക് അതിൽ പെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് നിലവിൽ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് സാഹചര്യങ്ങൾ? ബ്രോഡ്വേയെ സംബന്ധിച്ച് ഗതാഗതക്കുരുക്ക് പൊതുവെ സ്വാഭാവികമാണ്. അപ്പോൾ ഉത്രാട ദിനം കൂടിയാവുമ്പോൾ, ഉത്രാട പാച്ചിലും കൂടിയാവുമ്പം ഈ ബ്രോഡ്വേ കൂടി വണ്ടികൾ നിരവധി പോകുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകളൊക്കെ സാധാരണ നിലയിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ആ ഒരു തിരക്കുകളൊക്കെ തന്നെയുണ്ട്. വണ്ടികളൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള തിരക്കുകൾ, ഇത്രത്തോളം ആളുകൾ ഈ ഉത്രാട പാച്ചിലായി ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു അതിപ്രസരം കൊണ്ടൊക്കെ ഈ വണ്ടികൾക്കും പോകാൻ പറ്റാത്ത ചില തടസ്സങ്ങളൊക്കെ തന്നെ നേരിടുന്നുണ്ട്. പക്ഷേ ഈ കൊച്ചിയിലും പല ഭാഗങ്ങളുമൊക്കെ ഗതാഗതക്കുരുക്കുണ്ട്, അല്ലെങ്കിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയില്ലെങ്കിലും വളരെ മെല്ലെയാണ് ഗതാഗതം. കാരണം ഈ ഓണത്തിന്റെ തലേ ദിവസം ആയതുകൊണ്ടും ഉത്രാട ദിനമായതുകൊണ്ടും ഒക്കെ തന്നെ ആളുകൾ ഈ ഒരു ഉത്രാട ദിനം കാണാനായി, അല്ലെങ്കിൽ ഉത്രാട പാച്ചിൽ കാണാനായി എത്തുന്നത് കൊണ്ടുമൊക്കെയുള്ള ഒരു തിരക്കുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മളും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയും അതൊക്കെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തൊക്കെയാണെങ്കിലും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തായാലും എത്തില്ല. അതിനുള്ള പോലീസ് ക്രമീകരണങ്ങളൊക്കെ തന്നെ എല്ലാം അധികൃതരടക്കം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഗതാഗത സ്തംഭനമില്ല, ഗതാഗതം ഇത്തിരിയൊന്നും മെല്ലെയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോടും ഒക്കെ തന്നെ പറയാനുള്ളത്, കൊച്ചിയിലെ പല ഭാഗങ്ങളും ഗതാഗതമൊക്കെ ഒന്ന് മെല്ലെ നിൽക്കുകയാണ്. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രോഡ്വേയുടെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ തന്നെ വലിയ രീതിയിലൊരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് അനങ്ങാൻ പറ്റും. നമ്മളിതൊക്കെ ആസ്വദിക്കുക, ഗതാഗതം ബ്ലോക്കിൽ കിടക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതും ഒരു കാര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ഒരു ഉത്രാട ദിനത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള തിരക്കുകളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗമാണ് ഇത്തരത്തിലുള്ള തിരക്കുകളും ഒക്കെ തന്നെ. ആ തിരക്കുകളൊക്കെ തന്നെയാണ് ഈ ഒരു ആഘോഷത്തിന്റെ മാറ്റ് കൂട്ടുന്നതും. വൃന്ദ, ദസറാണ് തിരുവോണത്തിനുള്ള ഒരുക്കങ്ങളെ, അവസാന നിമിഷങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് അവിടുന്ന് കൊച്ചി ബ്രോഡ്വേയിലെ കാഴ്ചകളെല്ലാം തന്നെ നമുക്ക്